പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് കളർ ഫുഡ് ചലഞ്ച് ആണ്. അപ്പോൾ നമ്മൾ രാവിലത്തേക്ക് എന്താ കഴിക്കാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പം വെളുത്തല്ലിരിക്കണേ അതെങ്ങനെ ചുമപ്പ് കളർ ഫുഡിനകത്ത് ആകണേ. അപ്പം അത്യാവശ്യം ചുമപ്പ് കളറൊക്കെ ഉണ്ടല്ലോ, എങ്ങനെ ആവും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ചുമ്മാ കോപ്രായം കാണിച്ചുകൊണ്ട് നടക്കുക. ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് കളർ ഫുഡ് ചലഞ്ച് ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ഞാൻ ഇന്ന് എത്ര തരത്തിലുള്ള ചുമന്ന കളറുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എന്താന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ പോവാം. അപ്പൊ ഇന്ന് തന്നെ ചലഞ്ചിൽ സഹായിക്കാൻ ഇവിടെ രണ്ടുപേരും കൂടെ എന്നാ എത്തിയിട്ടുണ്ട് കണ്ടോ. ചലഞ്ചിന്റെ പറയുമ്പോൾ രണ്ടുപേരും ഓടിട്ടോ. എന്റെ തന്നെ അവസ്ഥയാണ് അവർക്കും. അപ്പോ നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മൾ രാവിലത്തേക്ക് എന്താ കഴിക്കാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ വിചാരിച്ചത് അപ്പവും അതുപോലെ തന്നെ മുട്ട പൊരിച്ചതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പം വെളുത്തല്ലിരിക്കണേ അതെങ്ങനെ ചുമപ്പ് കളർ ഫുഡിനകത്ത് ആകണേന്ന്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പത്തിനകത്ത് മുളക് പൊടി ഇടാൻ പോവാണ്. എങ്ങനെയൊക്കെ ആവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ചലഞ്ച് ആയിട്ട് ചെയ്തു പോകുന്നതാണ്. അപ്പത്തിനകത്ത് അതുപോലെ മുട്ടയിലും നമ്മൾ മുളക് പൊടി ഇട്ട് റെഡ് കളറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നേരെ നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പൊ ഗൈസ്, നമ്മളാണെങ്കിൽ ഇവിടെ നമ്മുടെ അപ്പത്തിന് ആവശ്യമായിട്ടുള്ള മാവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ചുമപ്പ് കളർ ആക്കാനായിട്ട് ഈ കാണുന്ന മുളക് പൊടി എടുത്ത് ഇതിനകത്ത് നേരെ ഇടാം. ഇനി ഗൈസ് നമുക്ക് ആ ചുമപ്പ് കളർ ആവാനായിട്ട് നമുക്ക് നേരെ ഇളക്കി കൊടുക്കാം. നമുക്ക് ചുമപ്പ് കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇത്രയുടെ മുളക് പൊടി ഇടാം. അപ്പൊ ഇത്രയുടെ ചുമപ്പ് കളർ ആയിക്കോളും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പാത്രം കാര്യങ്ങളൊക്കെ ചൂടാവുന്ന റെസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ പാത്രം കാര്യങ്ങളൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഇതിനകത്ത് നേരെ ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, അപ്പൊ നമ്മൾ നമ്മുടെ അപ്പവും കാര്യങ്ങളിലേക്ക് കൂടെ തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. തുളയൊന്നും ഇല്ല അപ്പത്തിന്, പക്ഷെ അപ്പം എന്നുള്ള സാധനം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അപ്പം അത്യാവശ്യം ചുവപ്പ് കളറൊക്കെ ഉണ്ടല്ലേ. അപ്പവും കാര്യങ്ങളിലേക്ക് കൂടെ റെഡി ആയിട്ട് നമുക്ക് മുട്ട പൊരിക്കാനുള്ള പരിപാടിയാണ് ബാക്കിയായിട്ടുള്ളത്. അപ്പൊ നമ്മൾ നമ്മുടെ മുട്ട നോക്കി കഴിഞ്ഞപ്പോ നല്ല ചുമന്നിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നേരെ നമുക്ക് മുട്ട പൊരിക്കാൻ നമ്മുടെ പാത്രത്തിലോട്ട് നേരെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇനി ഒട്ടും വൈകാതെ തന്നെ നമുക്കിത് കഴിക്കാൻ ഗൈസ്. അപ്പവും നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്, നേരെ കഴിച്ചു നോക്കാം. ഞാൻ ഉണ്ടാക്കിയതാണ്, എങ്ങനെയാന്ന് അറിയാൻ പാടില്ല. കുഴപ്പമില്ല. അപ്പൊ ഗൈസ്, നമുക്കിത് കഴിച്ചു കണ്ട് കാണാം. നമുക്ക് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ രാവിലത്തെ സക്സസ്ഫുള്ളി ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു 11 മണി ആയിട്ടുണ്ട്. 11 മണിക്ക് നമ്മൾ എന്താ കഴിക്കാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്ടർ മെലൺ ഡ്രിങ്ക് ആണ്. അത്യാവശ്യം ഒരു ചുമപ്പ് പോലത്തെ കളറാണ്, റോസ് പോലത്തെ കളറാണ് കേട്ടോ. താഴെ കണ്ടല്ലോ. അപ്പോ ഇനി നേരെ ഇത് കുടിക്കാന്നുള്ള പരിപാടി. നല്ല ടേസ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഉച്ചക്കത്തേക്ക് കഴിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പൊ സമയം ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് കഴിക്കാൻ പോകുന്ന പറഞ്ഞാൽ ചോറും അതുപോലെ തന്നെ ബീഫ് കറിയാണ്. അത് നിങ്ങൾ ചോറ് വൈറ്റ് കളർ അല്ലേന്ന്. അപ്പൊ നമ്മൾ അതിനകത്ത് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചോറ് റെഡ് കളറിലോട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നെ ബീഫിന് അറിയാലോ, ബീഫ് കറി ഉണ്ടായി കഴിയുമ്പോൾ മിക്ക വീട്ടിലും മഞ്ഞ കളറോ അല്ലെങ്കിൽ റെഡ് കളറാണ്. എൻ്റെ വീട്ടില് റെഡ് കളറായിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ കഴിക്കുന്നത്. അപ്പൊ അത് കഴിച്ച് കഴിയുമ്പോൾ ഉച്ചക്കത്തെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും. രാവിലത്തെ കംപ്ലീറ്റ് ആക്കി ഇനിയിപ്പോൾ ഇതും കൂടെ ഉച്ചക്കത്തെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി നമുക്ക് അവശേഷിക്കുന്നത് വൈകുന്നേരവും അതുപോലെ തന്നെ രാത്രിയുമാണ്. അപ്പൊ നമുക്ക് നേരെ പോയി ചോറിട്ട് വരാം. അപ്പൊ എനിക്ക് ഇന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉച്ചക്കത്തേക്ക് വിളമ്പി തരാൻ പോകുന്ന അമ്മയാണ്. നമുക്ക് അമ്മയുടെ അടുത്ത് ചോദിക്കാം. അമ്മേ, എന്നാ ചലഞ്ചിനെ പറ്റി പറയാനുള്ളത്? ചുമ്മാ കോപ്രായം കാണിച്ചുകൊണ്ട് നടക്കുക. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ളതിന് കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ചോറിടാം. നമുക്കപ്പൊ ചോറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നേരെ ഇതിനകത്തേക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നേരെ നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ഇടാം. അപ്പൊ നേരെ നമ്മൾ ഭക്ഷണത്തിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറിനും ഇപ്പൊ റെഡ് കളറുണ്ട്, അതുപോലെ നമ്മുടെ കറിക്ക് റെഡ് കളറുണ്ട്. നമുക്ക് നേരെ ഇത് പോയി കഴിക്കാം. അപ്പൊ നമുക്ക് നേരെ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നേരെ നമുക്കിത് കഴിച്ചു തുടങ്ങാം. ചോറും അതുപോലെ തന്നെ കറി എടുത്തിട്ടുണ്ട്.
ചോറിനകത്ത് മുളക് ഇട്ടേക്കണ ഡയറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്നാലും സാരല്ല, ടാസ്കല്ലേ, കഴിക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വളരെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം രാവിലത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, ഉച്ചക്കത്തെ കഴിഞ്ഞു, ഇനി 2 നേരമാണ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫുൾ ഡേ ചലഞ്ച് അങ്ങ് തീർന്നിട്ടും. പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞ ഒരു കാര്യമുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ ചലഞ്ച് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിലുള്ള തെറ്റുകുറ്റങ്ങൾ കമന്റ് ചെയ്യാനും ഇതിനകത്തുള്ള നല്ല കാര്യങ്ങൾ, അതായത് മറ്റുള്ളവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വൈകിട്ട്, അതായത് 4 മണി 3 മണിയൊക്കെ ആകുമ്പോൾ സ്നാക്സ് കഴിക്കാം. അപ്പോൾ ഗൈസ് സമയം എങ്ങനെ വൈകുന്നേരം 4 മണി ആയിട്ടുണ്ട്. 4 മണിക്ക് നമ്മൾ റെഡ് കളറിൽ കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. കഴിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. കഴിക്കുന്നത് നമ്മൾ 5ന്റെ 2 ലേസ് എടുത്തിട്ടുണ്ട്. ഈ 5ന്റെ 2 ലേസും കട്ടൻ ചായയാണ് നമ്മൾ 4 മണിക്ക് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നേരെ നമുക്കിത് കഴിക്കാം. ഫസ്റ്റിലെ അപ്പൊ നമുക്ക് നമ്മുടെ ലേസ് അങ്ങ് പൊട്ടിച്ചേക്കാട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് നേരെ കഴിക്കാം. ഒരെണ്ണം എടുത്തിട്ട് ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞ ഫ്ലേവർ ഇഷ്ടമില്ല, എനിക്ക് ഗ്രീൻ കളറാണ് ഇഷ്ടം. അപ്പൊ എന്നെപ്പോലെ ഗ്രീൻ കളർ ഇഷ്ടമുള്ള കമന്റ് ചെയ്യാട്ടോ. നമുക്ക് ചായ കുടിക്കാം. അടിപൊളി തന്നെയാണ് ഗൈസ്. ഞാൻ ലേസ് കഴിച്ച സമയത്ത് ഒരാളിവിടെ എത്തിയിട്ടുണ്ട്, കാണിച്ചു കേട്ടോ നിങ്ങളെ. ഗൈസ്, ഞാൻ ലേസ് കഴിക്കുന്ന സൗണ്ട് ഇട്ടിട്ട് വന്നിരിക്കുന്നതാണ്. കണ്ടോ അക്രമമോട് പിന്നെ കൊടുത്ത ആൾക്ക് കേട്ടോ. അപ്പോ നമുക്കിത് കഴിച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരം കാണാം. അപ്പൊ നമ്മുടെ വൈകിട്ടത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രിയിലേക്ക് ഭക്ഷണം വേണം. രാത്രി എനിക്ക് ചുമപ്പ് കളറിൽ എന്ത് കഴിക്കണം എന്നല്ല പിടുത്തമില്ല. അപ്പൊ നമുക്ക് അമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. കണ്ടോ, അമ്മയുടെ മടിയിൽ ഒരാൾ കിടക്കണം കേട്ടോ. അപ്പൊ അമ്മേ, വൈകിട്ടത്തേക്ക്, അതായത് രാത്രിയിലത്തേക്ക് അമ്മയുടെ ഒരു ഇതിനകത്ത് ചുമപ്പ് കളറിലാണ് ഭക്ഷണം ഉള്ളത്. എത്ര? നൂഡിൽസാ? ഓക്കെ. അപ്പൊ നമുക്ക് രാത്രി നൂഡിൽസോട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. രാത്രി നമുക്ക് നൂഡിൽസ് കഴിക്കാം. അപ്പൊ ഈ കാണുന്നതാണ് നമ്മൾ രാത്രിയിലത്തേക്ക് കഴിക്കാൻ വേണ്ടി നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇത് കഴിക്കുക എന്നുള്ള പരിപാടിയാണ് ബാക്കി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു തുടങ്ങാം. നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടാക്കിയ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ റെഡ് കളർ ഫുഡ് ചലഞ്ച്, അതായത് ഈ ഒരു ഡേ ഫുള്ള് നമ്മൾ ചുമന്നിടത്തുള്ള ഭക്ഷണം കഴിക്കുന്ന ഈ ഒരു ചലഞ്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഈ ചലഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൽ. പിന്നെ ഇതുപോലത്തെ കൂടുതൽ ചലഞ്ച് വരെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചതാണ്, ഷോർട്സ് ആയിട്ട് നെയിം മീറ്റിംഗ് ചലഞ്ച് ഇല്ലേ, ആ ഒരു സംഭവം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെയും ടാറ്റ ബൈ.